എയർപോർട്ടിന് പുറത്ത് സൂസൻ ഉൾപ്പെടെ എല്ലാവരുമുണ്ട്. ആൻറ്റി. ഡെന്നി അവരുടെ കയ്യിൽ പിടിച്ചതും സൂസൻ ഒന്ന് പുഞ്ചിരിച്ചു. നാൻസി, അമ്മയെ ശ്രദ്ധിക്കണം. എഡിൻ ഇനി ആ പഴയ ശീലങ്ങൾ വിട്ടേക്കണം കേട്ടോ. അവർ രണ്ടും തലകുലുക്കി. നിഷ മേരിയമ്മയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ആനി, പോകാം, ഫ്ലൈറ്റിന് സമയമായി, ഡെന്നി പറഞ്ഞു. ഇടയ്ക്ക് വരാട്ടോ അമ്മ. സക്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പെട്ടെന്ന് നിഷ അകന്നു മാറി തല താഴ്ത്തി നിന്നു. വല്യമ്മജി, ഞാനും അമ്മയും മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ തിരികെ പോകുന്നത് 3 പേരായിട്ടാ. എടാ ഡെന്നി, ഇനി വരുന്നത് 4ആയിട്ടായിക്കോട്ടെ, അരുണ തമാശയായി പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. അവർ പോകുന്നതും നോക്കി നിന്നു. 2 മണിക്കൂറിന് ശേഷം തിരക്കേറിയ മുംബൈ നഗരം. അവൾ പുറത്തെ കാഴ്ചകളിലേക്ക് മിഴികളൂന്നി സീറ്റിൽ ചാഞ്ഞിരുന്നു. ഡെന്നി നിഷയുടെ തോളിൽ ചാരി കിടന്ന് മുഖം അവളുടെ കഴുത്തിൽ അമർത്തി. ഇച്ചായ, ആൻറ്റി, എൻ്റെ പൊന്ന അമ്മ ഡ്രൈവറോട് കുശലം പറയുക, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. നീരജ കാറിൽ കയറിയ നേരം മുതൽ തുടങ്ങിയ സംസാരമാണ്. പപ്പയുടെ ഡ്രൈവറായിരുന്നു, പിന്നെ അമ്മയുടെയും. ഇയാളുടെ ഭാര്യ നമ്മുടെ വീട്ടിലുണ്ട്. കാറ് ഒരു വലിയ ഗേറ്റിന് മുന്നിൽ നിന്നു. സെക്യൂരിറ്റി ഗേറ്റ് തുറന്നതും അകത്തേക്ക് കയറി. ഇരു സൈഡിനും ഗാർഡനാണ്. 2-3 ഹിന്ദിക്കാർ നിന്ന് ചെടി നനയ്ക്കുകയും നല്ല ഭംഗിക്ക് കട്ട് ചെയ്ത് മാറ്റുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. കാറ് നിന്നതും നിഷ പുറത്തേക്ക് നോക്കി. കൊട്ടാരം പോലൊരു വീട്. ഇതാണോ ഇച്ചായ വീട്? ആ, വാ. എല്ലാവരും ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ ഓടി പുറത്തേക്ക് വന്നു. വന്ന സ്പീഡിൽ പോവുകയും ചെയ്തു. തിരികെ ഒരു തട്ടവുമായാണ് വന്നത്. 2 പേരെയും ചേർത്ത് നിർത്തി കർപ്പൂരം കത്തിച്ച് ഉഴിഞ്ഞെടുത്തു. നിഷ അവരെ നോക്കി പുഞ്ചിരിച്ചു. അമ്മ ഹിന്ദു ആചാരങ്ങൾ കൊണ്ടു നടക്കുന്ന ആളാണ്. ഞാനും പപ്പയും ഒരു കൂട്ടാ. ഇപ്പം ആനിയും. ഡെന്നി ആ തട്ടത്തിലേക്ക് 500ൻ്റെ ഒരു നോട്ട് വെച്ചു. ആൻറ്റിക്ക. അവൻ പറഞ്ഞതും അവർ ചിരിയോടെ കാശെടുത്ത് ഭർത്താവിൻ്റെ അടുത്ത് നിന്നു. ഇതാണ് ഡ്രൈവറുടെ വൈഫ്. വർഷങ്ങളായി ഇവിടെ ഔട്ട് ഹൗസിലാണ് 2 പേരുടെയും താമസം. അതുകൊണ്ട് മലയാളം പറഞ്ഞാൽ അറിയാം. തിരികെ ചെറുതായിട്ട് പറയും. ഡെന്നി നിഷയുടെ കയ്യിൽ പിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറി. വലിയൊരു സിറ്റൗട്ടാണ്. ഹാളിലേക്ക് കയറിയതും അവൾക്ക് തല ചുറ്റും പോലെ തോന്നി. ഒരു പ്രത്യേക സ്റ്റൈലിൽ റൂഫ് മൊത്തം പല നിറത്തിലുള്ള ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. വാൾ നിറയെ പെയിൻറ്റിങ്സും. വലിയ സൈസ് TV ചുവരിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറെല്ലാം തടിയിൽ തീർത്തതാണ്. മതി നോക്കിയത്. നമുക്ക് സമയം പോലെ ഇവിടെ ചുറ്റി കറങ്ങി നടക്കാം. ഇപ്പോൾ റൂമിലേക്ക് പോകാം. ഒന്ന് ഫ്രഷായി കിടക്കാം. കുറച്ച് പരിപാടിയുണ്ടേ. അവൾ ചമ്മലോടെ നിന്നു. ചെല്ല്, അമ്മയും ഒന്ന് കിടക്കാൻ പോവാം. അതിനു മുന്നേ എല്ലാവരെയും വിളിച്ച് എത്തിയെന്ന് പറയട്ടെ. മേലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുമ്പോൾ ചുവരിൽ ഡെന്നിയുടെയും അരുണയുടെയും ചെറുതിലേ മുതലുള്ള ഫോട്ടോസാണ്. ചേച്ചിക്ക് ഒരു മാറ്റവും ഇല്ല അല്ലേ ഇച്ചായ? അതെന്താടി, എനിക്കെന്തേലും മാറ്റമുണ്ടോ? തടിയനല്ലേ, നിഷ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ, അതൊക്കെ പതിയെ മാറും. എങ്ങനെ? ആഹാരം കുറയ്ക്കാൻ പോവുകയാണോ ഇച്ച? ഫുഡ് ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. ദിവസവും 3 നേരം വ്യായാമം, പിന്നെ ഇഷ്ടം തോന്നുമ്പോഴെല്ലാം. ഷോ, അത് പാടല്ലേ ഇച്ച? എന്ത് പാട്? നീ ഒപ്പം നിന്നാൽ എല്ലാം സ്മൂത്ത്. ഓ അങ്ങനെ. ഈ വട്ടൻ ആള് കൊള്ളാലോ. നിഷ അവൻ്റെ ചെവിയിൽ പിടിച്ചു. ഒരു ഡോറിന് മുന്നിൽ ഡെന്നി നിന്നു. ഇത് എൻ്റെ റൂമാ, അത് അരുണയുടെയും. അകത്തേക്ക് കയറിയതും നിഷ നിന്ന നിൽപ്പിൽ ഒന്ന് കറങ്ങി. നല്ല റൂമ്. അവൻ ബെഡിലേക്ക് മറിഞ്ഞു. വാ കൊച്ചേ, കിടക്കാം. വേണ്ടിച്ച, എനിക്ക് ഒന്ന് മേലി കഴുകണം. അവൻ വാഷ്റൂമിന് നേർക്ക് കണ്ണ് കാട്ടി. നിഷ ഫ്രഷായി ഇറങ്ങുമ്പോൾ ഡെന്നി ഉറങ്ങിയിരുന്നു. അടുത്തായി കിടന്നതും ഒരു കൈ അവളുടെ വയറ്റിലേക്ക് വെച്ചു. ഇച്ചായ. എന്താ പൊന്ന? കള്ള ഉറക്കമാണോ? മറുപടിയില്ല. നിഷ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു. എങ്ങനെ എൻ്റെ അച്ഛനെ കണ്ടെത്തും? നാട്ടിൽ നിന്നും മുംബൈയിൽ വന്ന് അച്ഛൻ എങ്ങനെ കാട്ടിത്തരും? ഒരു പക്ഷേ ഇച്ചായന് ആളിനെ അറിയാമായിരിക്കുമോ? ഇവിടെ കുട്ടികളൊക്കെയായി ജീവിക്കുകയാവും. അങ്ങനെയാണേൽ ദൂരെ നിന്ന് ഒന്ന് കണ്ടാൽ മതി. ആനി, ഉറങ്ങ്. ഓരോന്ന് ആലോചിക്കാതെ. ഡെന്നി പറഞ്ഞതും അവളൊന്ന് ചരിഞ്ഞു കിടന്നു. അച്ഛനെ എന്ന് കാണാൻ പറ്റും? എനിക്ക് ഇവിടെ വന്ന് ഇറങ്ങിയ നിമിഷം മുതൽ നെഞ്ചു വേദനിക്കുന്നു. അത് നാട് വിട്ടു വന്നതുകൊണ്ട് തോന്നുന്നതാ പൊന്ന. അവരെ വിട്ടു വന്നതിൽ സങ്കടമുണ്ടിച്ച. പക്ഷേ ഇതാ വേദനയല്ല. ഇവിടെ എവിടെയോ എൻ്റെ അരികിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരോ ഉണ്ട് എന്ന തോന്നൽ. നിഷ കരയുന്നുണ്ട്. ഡെന്നി എഴുന്നേറ്റിരുന്നു. അവളുടെ നെറ്റിയിൽ കൈവച്ചു. പതിയെ തലോടി.
ഉറങ്ങിക്കോ ആനി. അവൾ കണ്ണുകൾ അടച്ചു. ഡെന്നി ഫോൺ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഹലോ ഡോക്ടർ, അങ്കിളിന് എങ്ങനെയുണ്ട്? ഡെന്നി ചോദിച്ചു. ഭക്ഷണം കഴിക്കുന്നില്ല സാർ. നിർബന്ധിച്ചാൽ റൂമിൻ്റെ മൂലയിൽ പോയി ഒരേ ഇരിപ്പാ. ഞാനിന്ന് വന്നതേയുള്ളൂ, നാളെ വരാം. പിന്നെ കേസ് ഫയലിൽ പേഷ്യൻറ്റിൻ്റെ പേര് കൃഷ്ണനാഥ് അങ്ങനെ മാറ്റിയേക്ക്. ശരി സാർ. മാരേജ് കഴിഞ്ഞു എന്നറിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, നാളെ കാണാം. അച്ഛൻ നിന്റെ അരികിലുണ്ടാനി. ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടിയാ നമ്മൾ വീട്ടിലേക്ക് വന്നത്. നാളെ നിങ്ങൾ കാണും. എൻ്റെ കൊച്ചു പോയപ്പോൾ വീടുറങ്ങിയതുപോലെ മേരിക്കുട്ടി സങ്കടത്തോടെ പുലമ്പുന്നുണ്ട്. ഇടയ്ക്ക് മൂക്കും പിഴിയുന്നു. എൻ്റെ അമ്മ, ഞാൻ ഇവിടെ ഇല്ലേ? ഇനി അതും പറ്റില്ലേൽ ഉടനെ പോയി ഒരു പെണ്ണ് കെട്ടാം. മാനുവൽ സെറ്റിൽ ഞെളിഞ്ഞിരുന്നാണ് പറഞ്ഞത്. സക്രിയ അവനെ പിടിച്ചു തള്ളിയതും ചെക്കൻ വലിയ ശബ്ദത്തോടെ നിലത്ത് വീണു. അമ്മ, അവൻ ഉറക്കെ നിലവിളിച്ചു. 18 കഴിഞ്ഞതേയുള്ളൂ. അതിനു മുന്നേ അവന് കല്യാണം. ഇവിടെ പുര നിറഞ്ഞ് ഒരുത്തൻ നിൽക്കുക, വല്യമ്മച്ചി പറഞ്ഞു. എഡ്വിൻ ഡ്രസ്സ് മാറി ഹാളിലേക്ക് വന്ന് എല്ലാവരെയും നോക്കി. എൻ്റെ ഇച്ചായ, ഒന്ന് പോയി കേട്ട്. അത് കഴിഞ്ഞ് ചേച്ചി, പിന്നെയാ എനിക്ക് ചാൻസ് വരുന്നത്. ഓരോരുത്തർ പെട്ടെന്ന് മാറി തന്നാലല്ലേ എൻ്റെ കാര്യം നടക്കൂ. മനു നിലത്ത് നിന്ന് എഴുന്നേൽക്കാതെ ഇരിക്കുവാണ്. ഇവനെ ഇന്ന് ഞാൻ കൊല്ലും. സക്രിയ കാലുയർത്തി. ഇച്ചായ, മേരിക്കുട്ടി ദേഷ്യത്തിൽ വിളിച്ചതും അയാൾ അവനെ നോക്കി കണ്ണുരുട്ടി. ഈ സമയത്ത് എവിടെ പോവുക എഡ്വിൻ? ഇന്ന് നീ ലീവല്ലേ? അവൻ മൂളി. എന്തിനാ ലീവ് എടുത്തേ? നിഷാനിയും ഇച്ചായനും പോയതുകൊണ്ടാണോ? അത് വല്യമ്മച്ചി, എനിക്ക് ഒരു കാര്യം പറയാൻ. എൻ്റെ ഇച്ചായ, വല്ല ലവ് മാറ്റർ ആണേൽ ഒരു രക്ഷയുമില്ല. ഇത് മൂരാച്ചി വല്യമ്മച്ചിയാ. ഡാ, ത്രേസ്യാമ്മ അടിക്കാനായി കൈ ഉയർത്തിയതും അവൻ നിലത്ത് ചരിഞ്ഞു കിടന്നു. എന്താ മോനെ, നീ കാര്യം പറയ്, സക്രിയ പതിയെ ചോദിച്ചു. അത് എനിക്കൊരു കുട്ടിയെ ഇഷ്ടം. ഇന്ന് വീട്ടിൽ ചെന്ന് അവളുടെ അമ്മയെ കണ്ട് പെണ്ണ് ചോദിക്കാമെന്ന് വാക്ക് കൊടുത്തു. ആരോട് ചോദിച്ചിട്ട്? വല്യമ്മച്ചി അവനെ രൂക്ഷമായി നോക്കി. സൂസൻ അവന് പിന്നിൽ നിൽക്കുന്നുണ്ട്. നിന്നോട് ചോദിച്ചിട്ടാണോ അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അമ്മച്ചി, അവർക്ക് മുന്നേ അറിയാം. മോന് വയസ്സ് 26. സൂസൻ ശബ്ദം ഒരുപാട് താഴ്ത്തി പറഞ്ഞു. അതിനിപ്പോൾ ഞാൻ എന്താ വേണ്ടത്? നീ വാക്ക് കൊടുത്തതല്ലേ? ചെല്ല്. വേണേൽ നിന്റെ അമ്മയെ കൂടെ കൂട്ടിക്കോ. എഡ്വിൻ ദയനീയമായി തല താഴ്ത്തി. അവൻ മാത്രം ചെന്നാൽ ശരിയാവോ? അമ്മച്ചി കൂടെ ചെല്ല്, സക്രിയ പറഞ്ഞു. ചെന്ന് നിന്ന് മാനം കെടാനോ? ആ കൊച്ചിൻ്റെ വീട്ടുകാർ ഇവൻ്റെ സ്വഭാവ ഗുണം അറിഞ്ഞാൽ ചൂട് വെള്ളം എടുക്കും. ത്രേസ്യാമ്മ റൂമിലേക്ക് കയറിപ്പോയി. മനു നിലത്ത് കിടന്ന് എല്ലാവരെയും മാറി മാറി നോക്കി. ഇച്ചായ, ഞാൻ കൂടെ വന്നാൽ മതിയോ? നിരങ്ങിച്ചെന്ന് എഡ്വിൻ്റെ കാലിൽ തോണ്ടിക്കൊണ്ടാണ് ചോദിച്ചത്. വാ പോകാം. ത്രേസ്യാമ്മ മുന്നേ നടന്നു. എഡ്വിൻ സന്തോഷത്തിൽ ചിരിച്ചു. ഇസബല്ല നല്ല കൊച്ച, പക്ഷേ പാലമറ്റത്ത് വന്ന് അതിൻ്റെ കണ്ണ് നിറഞ്ഞാൽ നിന്റെ ജന്മം ഞാൻ അവസാനിപ്പിക്കും, പറഞ്ഞേക്കാം. എഡ്വിൻ്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു. വല്യമ്മച്ചി, ആ ഉമ്മക്കഥ എനിക്കറിയാം. കൂടുതൽ വിസ്തരിക്കേണ്ട, വണ്ടിയെടുക്ക്. എല്ലാം ഉറപ്പിച്ച് വേണം തിരിക്കാൻ. ഉടനെ ചെറിയൊരു കെട്ട് നടത്താം. രാത്രി 4 ചപ്പാത്തിയും ചിക്കൻ കറിയും ആസ്വദിച്ച് കഴിക്കുവാണ് ഡെന്നി. നിഷ അവൻ്റെ പ്ലേറ്റിലേക്ക് നോക്കി. അമ്മ, ഒന്നുകൂടി ഇങ്ങി തന്നേ. വേണ്ട, കൊടുക്കല്ലേ ആൻറ്റി. 5 എണ്ണമായി. ഒരുപാട് കഴിച്ചാൽ തടിക്കും. എൻ്റെ മോളെ, അവൻ എത്ര കഴിച്ചാലും തടിക്കില്ല. എന്നും രാവിലെ വർക്കൗട്ട് ചെയ്യുന്നവനാ. അവിടെ നിന്നതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അങ്ങനെ ചെറുതായി വയറ് വെച്ചു. അത് 2 ദിവസം കൊണ്ട് മാറും. നീരജ ഒരു ചപ്പാത്തി കൂടി ഡെന്നിയുടെ പ്ലേറ്റിലേക്ക് വെച്ചു. ആനി, വയറ് കുറയാൻ നല്ലൊരു ഐഡിയ ഉണ്ട്, പറയട്ടെ? എനിക്കറിയാം. നൈറ്റും കൂടി വ്യായാമം ചെയ്യാം. അപ്പോൾ 4 നേരം. അങ്ങനെയല്ലേ ഇച്ചായ? മിടുക്കി. ഇച്ചായൻ്റെ പൊന്നിന് നല്ല അറിവാണ്. സാരല്ല, കുറച്ച് നാളും കൂടി വെയിറ്റ് ചെയ്താൽ മതി. കഴിച്ചു കഴിഞ്ഞ് നീരജയും ഡെന്നിയും TV കണ്ടിരുന്നു. ഇച്ചായ, ഞാൻ റൂമിലുണ്ടാവും. ഹരിയേട്ടനെയും അമ്മയെയും എല്ലാവരെയും വിളിക്കണം. അവൻ തല കുലുക്കി. ഡെന്നി, നാളെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടോ? ഇനി മുതൽ അവൾ എൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ വേണം. എത്രയും പെട്ടെന്ന് ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരികെ വരണം. ഡെന്നി, ഓർമ്മ വന്നതും മകളെ തിരിച്ചറിയും. എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ മേരിക്കുട്ടിയെ തിരക്കി പോയാലോ? ഇല്ലമ്മ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല.
ഡെന്നി വരുമ്പോൾ നിഷ ഡ്രസ്സുകളെല്ലാം പെറുക്കി മടക്കി ഷെൽഫിൽ വെക്കുന്നുണ്ട്. എൻ്റെ സഹായം വേണോ പൊന്ന? വേണ്ടല്ലോ ഇച്ച. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. നിഷ ചുണ്ട് കൂർപ്പിച്ച് ചിരിച്ചു. മതി കൊച്ചേ, ഇനി നാളെ മടക്കി വെക്കാം. എത്ര നേരമായി ഇച്ച കാത്തിരിക്കുക. അവൾ ബാഗിലിരുന്ന അവസാന തുണിയും വെച്ച് ഷെൽഫ് അടച്ചു. എന്തിനാ കാത്തിരിക്കുന്നേ? കിടന്നോ? അവൻ്റെ മടിയിലിരുന്നു. ഡെന്നി അവളുടെ തോളിൽ താടി ഊന്നി. ഇച്ച, ആ വിളിയിൽ തന്നെ ഒരർത്ഥമുണ്ട്. താമസിക്കില്ല പൊന്ന. ചുണ്ട് ഷോൾഡറിൽ അമർത്തിയതും അവൾ പിടച്ചു. തല ഒരു സൈഡിലേക്ക് ചരിച്ചു പിടിച്ചു. നാവ് പതിയെ ഷോൾഡറിൽ നിന്നും മേലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നുണ്ട്. ചെവിയിൽ ചുണ്ട് ചേർത്തതും അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. കൈകൾ കുറുമ്പ് കാട്ടുന്നു. ഐ നീഡ് ദിസ്. നിഷ ചാടി പിടഞ്ഞ് എഴുന്നേറ്റു. ഇച്ച, എൻ്റെ ആനിയല്ലേ? നമ്മൾ കണ്ടിട്ട് 1 വർഷമായില്ലേ? അത് പെട്ടെന്ന് അവൾ മൂടി പുതച്ച് കിടന്നു. അവൻ ബ്ലാങ്കറ്റിനകത്തേക്ക് നൂണ്ട് കയറി. ഇച്ച, ഞാൻ കടിക്കും. പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ അവൻ്റെ ഉച്ചത്തിലുള്ള വിളിയും ഉയർന്നു. നിഷ ഡെന്നിയുടെ വായിൽ അമർത്തി പിടിച്ചു. അമ്മ കേൾക്കൂ ഇച്ച, സോറി. അവനെ കെട്ടിപ്പിടിച്ചു. സാരമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പക്ഷേ ആഗ്രഹമുണ്ട്. നിഷ അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ച് കിടന്നു. ഗുഡ് നൈറ്റ് ഇച്ചായ. രാവിലെ എന്നത്തെയും പോലെ നിഷ എഴുന്നേറ്റു. അരികിൽ ഡെന്നി ഉണ്ടായില്ല. ഇച്ചായൻ രാവിലെ എവിടെ പോയി? ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അത്യാവശ്യ കോൾ വന്നിരിക്കും. ഫ്രഷായി റൂമിൽ നിന്ന് ഇറങ്ങി. കിച്ചണിൽ ചെല്ലുമ്പോൾ നീരജ അവിടെ ഇല്ല. മോൾ എഴുന്നേറ്റോ? ആ, ആൻറ്റി വന്നില്ലേ? ഇല്ല, മാഡം എഴുന്നേൽക്കാൻ ലേറ്റാവും. സാറ് ജോഗിങ്ങിന് പോയി. 7:30 തിരികെ വരും. അവർ 1 കപ്പ് ചായ കൊടുത്തതും അതും കുടിച്ചുകൊണ്ട് വീടിന് മുൻവശത്തിറങ്ങി. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. ഗാർഡനിൽ കുറച്ചു നേരം നിന്നതും ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. ഇച്ചായൻ നേരത്തെ എഴുന്നേറ്റോ പൊന്ന? അവൾ പുഞ്ചിരിയോടെ അവനെ ആകെ മൊത്തം നോക്കി. സ്ലീവ്ലെസ് ടീഷർട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന പരുവത്തിലാണ്. മുഖത്തും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങുന്നു. എന്താടി, നോക്കിക്കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്തേ എന്നോട് പറയാതെ പോയത്? ഡെന്നി അവളുടെ കണ്ണിലേക്ക് നോക്കി. പേടിച്ചോ? ഇല്ല, എന്നാലും രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഈ മുഖം കണ്ടെഴുന്നേൽക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ഓ സോറി, നാളെ ഞാൻ വിളിക്കാം. വേണേൽ എൻ്റെ കൂടെ വന്നോ? എന്തിന്? എനിക്കിങ്ങനെ വിയർക്കാനൊന്നും വയ്യ. ആ, വിയർക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോ എൻ്റെ കൊച്ച് ഒരു കോഫി കൊണ്ടുവാ. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഡെന്നി ഒന്നും മിണ്ടിയില്ല. നിഷ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇച്ചായ കയ്യിൽ തട്ടി വിളിച്ചു. ഇവിടെയെങ്ങും അല്ലേ? ഇങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത്? അവൻ കണ്ണ് ചിമ്മി ചിരിച്ചു. കാറ് ഒരു പടുകൂറ്റൻ മതിൽക്കെട്ടിന് മുന്നിൽ നിന്നു. സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നതും കാർ അകത്തേക്ക് കയറി. 2 പേരും പുറത്തേക്കിറങ്ങി. 2 നില വരുന്ന കെട്ടിടമാണ്. വലിയ ഹോസ്പിറ്റലാണല്ലോ ഇച്ചായ. ഇതിനെയാണോ ക്ലിനിക് എന്ന് പറഞ്ഞത്? ഡെന്നി നിഷയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഗുഡ് മോർണിംഗ് സാർ. ഡോക്ടേഴ്സ് എല്ലാം വിഷ് ചെയ്യുന്നുണ്ട്. നാട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്നു. നിഷയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അവൻ്റെ ക്യാബിനിലേക്ക് കയറിയതും അവളുടെ മുഖം ഒരു കൊട്ട പോലെ വീർത്തിരുന്നു. എന്താ പൊന്ന, എന്തിനാ ഇത്രയും ഗൗരവം? അവരും ഇച്ചായനെ പോലെ ഡോക്ടേഴ്സ് അല്ലേ? ഓ, നമ്മൾ ഓണറാണല്ലോ. അവൻ ലാൻഡ് ഫോൺ എടുത്ത് ആരെയോ കോൾ ചെയ്തു. സാർ, ഡോക്ടർ എന്ന് തോന്നിക്കുന്ന കുറച്ച് പ്രായം ചെന്ന ആൾ അകത്തേക്ക് വന്നു. ആനി, ഇത് ഡോക്ടർ വിശ്വനാഥ് അയ്യർ. പപ്പ ഉണ്ടായിരുന്ന കാലത്തെ ഇദ്ദേഹം ഇവിടെ ഉണ്ട്. അവൾ അയാളെ നോക്കി ഹൃദ്യമായി ചിരിച്ചു. അദ്ദേഹത്തിന് മാറ്റമുണ്ടോ അങ്കിൾ? ഒരു മാറ്റവും ഇല്ല മോനെ. താടിയും മുടിയും നീണ്ടു വളർന്നു. വെട്ടാൻ പോലും സമ്മതിക്കുന്നില്ല. ദേഷ്യവും കുട്ടികളെപ്പോലെ വാശിയും. എന്നാ നമുക്കൊന്ന് പോയാലോ? ആളിപ്പോ ഉറക്കാണോ? ഇല്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് തൊട്ടുപോലും നോക്കാതെ അങ്ങനെ ഇരിക്കുക. ആനി, വാ, നമുക്ക് ആ പേഷ്യൻറ്റിനെ ഒന്ന് കാണാം. നീ കാണാൻ ആഗ്രഹിച്ച ആളല്ലേ? അത് വേണോ സാർ? കുട്ടിയെ? ഏയ് ഇല്ല അങ്കിൾ. ആനിയെ ഉപദ്രവിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. വാ ആനി. മുന്നോട്ട് നടക്കുമ്പോൾ പേഷ്യൻസിൻ്റെ ഉറക്കെയുള്ള സംസാരവും ചിരിയും കരച്ചിലുമൊക്കെ കേൾക്കുന്നുണ്ട്. അവൾ പേടിയോടെ അവനിലേക്ക് ചേർന്നു. ഭയക്കണ്ട, ഇച്ചായൻ കൂടെയില്ലേ? നിഷ തല പതിയെ കുലുക്കി. പക്ഷേ ഉള്ളിൽ ഒരു വെപ്രാളം ഉടലെടുത്തു. ഡെന്നിക്ക് അത് നന്നായി മനസ്സിലാവുകയും ചെയ്തു. അച്ഛനെ കാണാനാണ് ആനി പോകുന്നത്. ആദ്യ കൂടിക്കാഴ്ച.